ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സാനി. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഞാൻ ഇപ്പോൾ പുതിയ ഇതുവരെയുള്ളതൊക്കെ മാറ്റി ഞാൻ പുതിയൊരു കണ്ടന്റുമായി വന്നതാണ്. അതായത് കാറിൻ്റെ ഉള്ളിലുള്ള ടെക്നിക്സ്, മീൻസ് എങ്ങനെ ഹൗ ടു ഡ്രൈവ് എ കാർ വിത്തൗട്ട് ഫിയറിങ് ആൻഡ് ഹൗ ടു ഡ്രൈവ് എ കാർ വിത്തൗട്ട് ടച്ചിങ് ദ ഹാൻഡിൽ. ഓക്കെ, ഇതിൻ്റെ പേരെന്താ, സ്റ്റിയറിങ്ങോ, അങ്ങനെ ആ സാധനം തൊടാതെ എങ്ങനെയാണ് കാറ് സ്റ്റാർട്ടാക്കാന്നുള്ളതൊന്നും അല്ല. നിങ്ങൾക്ക് എൻ്റെ തമ്പനിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് കാണിക്കാൻ വന്നെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, ഇതാണ് ആ സംഭവം. എൻ്റെ 4 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഒരു പ്രയാണമാണിത്. സംഭവത്തിൻ്റെ ആൽബമാണ്, വെഡിങ് ആൽബമാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷമായി. 4 വർഷമായിട്ട് ഇന്നല്ല 2 ദിവസം മുന്നെയാണ് ആൽബം കിട്ടിയത്. പക്ഷെ ഞാൻ കാണുന്നത് ഇന്നാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ പോയതിൽ എനിക്കറിയില്ല, ഭയങ്കര ത്രില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച തന്നെ ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ മനസ്സ് കണ്ടിട്ടാണ്. മേക്കപ്പ് ചെയ്യാൻ, വീഡിയോഗ്രാഫി ഫോട്ടോസ് എടുക്കും, വീഡിയോസ് ഉണ്ടാവും, റീൽസ് ഉണ്ടാവും, ഷോർട്സ്, അങ്ങനെ സംഭവമൊക്കെ മനസ്സ് കണ്ടിട്ടാണ് ഞാൻ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചെന്നെ. അങ്ങനെ 4 വർഷമായിട്ടും ഈ ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടാതെ അപ്പോൾ ലാസ്റ്റ് തീരുമാനമായി ഇത് കിട്ടാനുള്ള ഒരു വകുപ്പും ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഉള്ള ഫോട്ടോസൊക്കെ വെച്ച് ഞാൻ 2-3 പ്രാവശ്യം കുറേ കഥ പറയാണ്ട് കേസാണ്. ഒരുപാട് പേരെ കുറ്റപ്പെടുത്താനൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല, നമുക്ക് അങ്ങനെ ആൽബം കിട്ടിയിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മളെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് വേറൊരാളെ കൊണ്ട് ആൽബം ചെയ്യിപ്പിച്ചു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എൻ്റെ ആൽബം എൻ്റെ കൈ കിട്ടി. ഭയങ്കര ഹാപ്പി. ഇതിൽ കുറേ പോരായ്മകളുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇതിപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിചാരിക്കും ഈ ആൽബത്തിൽ ഞങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ വിചാരിക്കും. കാരണം ക്ലോസ് റിലേറ്റീവ്സ്, സത്യം എനിക്ക് എന്താ പറയുക, അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ റിലേറ്റീവ്സ് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, 3 തവണ ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്കുള്ള ഫോട്ടോഗ്രാഫർക്ക് കൊടുത്തു. മൂപ്പരെടുത്ത് 2-3 പ്രാവശ്യം മൂപ്പരെടുത്ത് സെലക്ട് ചെയ്ത ഫോട്ടോസ് പോയി. അങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കാലം കഴിയുന്നതോറും ഇനിയിപ്പോൾ ഫോണിലാണെങ്കിലും പോലും നമ്മുടെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയാലും പോവും. അങ്ങനെ പോയി ലാസ്റ്റ് ഫോട്ടോസൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ചുള്ള ഫോട്ടോസ് വെച്ചിട്ട് ഞാനൊരു ആൽബം ഉണ്ടാക്കിയതാണ്. ഇതിൽ ഇവിടുത്തെ എൻ്റെ ബ്രൈഡിൻ്റെ വീട്ടിലത്തെ ഒരു ആൽബമാണ്. അതായത് ബ്രൈഡിൻ്റെ വീട്ടിലെ ടീംസ് മാത്രമേ ഉള്ളൂ. കാര്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഒന്നും ഇതിലില്ല. കാരണം എന്താ വെച്ചാൽ, ഇവർ മുഹൂർത്തത്തിന് ശേഷം, ഇവർ വന്നത് മുഹൂർത്തം ടൈമിലാണല്ലോ, മുഹൂർത്തത്തിന് ശേഷം ഇവർ അച്ഛനും അമ്മക്ക് വേഗം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും ഇല്ല. അപ്പോൾ ഞാനിത് എന്താ പറയുക, ഇതെൻ്റെ ആഗ്രഹത്തിൽ ഉണ്ടാക്കിയ ഒരു ആൽബമാണ്. എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആൽബമാണ്. ഇത് ഞാൻ തന്നെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, നിൻ്റെ പുതിയ ആപ്പിളൊന്നും ഇല്ലേന്ന് ചോദിക്കും. ഇല്ല, ഞാൻ തന്നെ ഉള്ളൂ കാര്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ കാണിക്കാൻ പോകുന്നത് ദിസ് ഈസ് മൈ ആൽബം. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്ന എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇതിൽ 3 സാധനങ്ങളുള്ളത്. ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഇങ്ങനത്തെ ഒരു കുഞ്ഞൊരു എന്താ കലണ്ടർ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനത്തെ കലണ്ടർ. രണ്ടാമതൊരു മിനി ആൽബമാണ്. മിനി ആൽബം മീൻസ് നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉള്ളത് മിനി ആൽബം. നമുക്ക് നമ്മുടെ പോക്കറ്റിലല്ല, നമ്മുടെ കുഞ്ഞ് ഹാൻഡ് ബാഗിലൊക്കെ ഇടാൻ പറ്റിയൊരു കുഞ്ഞ് ആൽബം. ഞാൻ നിങ്ങൾക്ക് വലിയ ആൽബം കാണിച്ചു തരാം. സ്റ്റോറീസൊക്കെ വലിയ ആൽബം കാണിക്കുമ്പോൾ പറയാതിരിച്ചു. അപ്പോൾ കുഞ്ഞ് ആൽബം ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഇനി നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ വലിയ ആൽബമാണ്. മൈ ഗോഡ്, പേരൊക്കെ ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ ഇത് നട്ടിട്ടുള്ളത്. ഇതിൽ പേരൊക്കെ നമുക്ക് ഗ്രേവ് ചെയ്തിട്ട് ഇതാണ് ആൽബം, നമ്മുടെ വലിയ ആൽബം. നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഇവരാണ്. അപ്പോൾ നമ്മുടെ ആൽബം ചെയ്തിട്ടുള്ള ഒരാഴ്ചക്കുള്ളിലാണ് നല്ല സെറ്റപ്പായിട്ട് ഞാൻ കൊടുത്ത ഫോട്ടോസ്. അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നന്നായിട്ട് അറിയാം. കാരണം പിന്നെ ഫോണിലൊന്നും ഷെയർ ചെയ്തൊക്കെ ഫോട്ടോസാണ്. ഞാൻ അത് കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ആൽബം ഉണ്ടാക്കിയത്. ഇതാണ് ഇവരുടെ ഒരു ഐഡി. ഇത് ചോബി വെഡിങ് ആണോ ഹോബി വെഡിങ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആൽബം നോക്കിയാലോ. ഫസ്റ്റ് പേജിൽ കാലിയാണ്, ഒന്നുമില്ല. പിന്നത്തുള്ള പേജാണ് നമ്മുടെ എൻ്റെയും വിവേകിൻ്റെ ഒരു വലിയൊരു ഫോട്ടോ. ഇങ്ങനത്തെ ഒരു ഫോട്ടോ.
അപ്പം നമ്മുടെ ആൽബത്തിൻ്റെ ഫസ്റ്റ് പേജ് ഇതാട്ടോ. ഫസ്റ്റ് പേജ് തന്നെ ഞാനും വിവേകുള്ളൊരു ഫോട്ടോ ആണ്. ഞങ്ങളുടെ പേരൊക്കെ എഴുതി ഡേറ്റൊക്കെ സെറ്റാക്കിയിട്ട്. രണ്ടാമത്തെ പേജ് ഞങ്ങളുടെ തന്നെ ആഫ്റ്റർ വെഡ്ഡിങ്ങിലുള്ള 2 ഫോട്ടോസ് ആട്ടോ. എൻ്റെ വെഡ്ഡിങ് ഡേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫോട്ടോസ് ആട്ടോ രാവിലത്തെ ഫോട്ടോസ്. അതായത് മുഹൂർത്തം ലുക്കിലുള്ള താലികെട്ടിന് മുന്നേ ഉള്ള ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊരു 8 മണിക്കെടുത്ത ഫോട്ടോസാണ് രാവിലെ ഒരു ഇളം വെയിൽ സമയത്ത്. അതുകൊണ്ട് നല്ല ഭയങ്കര രസമായിരുന്നു ആ ഫോട്ടോസൊക്കെ. പിന്നെ ഇതെൻ്റെ ഹൽദി നൈറ്റിലെ ലുക്കാട്ടോ. ഇത് എൻ്റെ ഹെയർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വോളിയമൈസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എഫക്റ്റ് കേട്ടോ നമ്മുടെ ഫ്രിസി ഹെയർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഔട്ട്ഫിറ്റൊക്കെ ജസ്റ്റ് പരാഗ് പോയി ഡ്രസ്സ് എടുത്ത് തുണി എടുത്തിട്ട് ജസ്റ്റ് അടുപ്പിച്ചാണ്. അതായത് ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്യുക ഹെവി അങ്ങനത്തെ കസ്റ്റമൈസേഷൻ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എനിക്ക് ഒരു മഞ്ഞ ഡ്രസ്സ് വേണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സാധനം പോയി പിടിച്ചിട്ടോ. എൻ്റെ ആൽബത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഫോട്ടോസാണ് ഈ ഫോട്ടോ. ഒരു കല്യാങ്കാട്ട് നീലിൻ്റെ പോലെ ഒരു വൈബിളൊരു ഫോട്ടോ കേട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര രസമാട്ടോ. കാരണം ഒരു വൈബിൾ നല്ലൊരു ആ ഡ്രസ്സിലേക്ക് ഒത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ്. പിന്നെ ഞങ്ങളെ ഫാമിലി കേട്ടോ. എൻ്റെ ഹൽദി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഹൽദി എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ ഡ്രസ്സ് ഇടുന്നു, എല്ലാവരും ഫാമിലി മൊത്തം മഞ്ഞ ഡ്രസ്സ് ഇടുന്നു, ജസ്റ്റ് ഡാൻസ് പാട്ട് അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നെ എൻ്റെ ഏട്ടന്മാരുടെ ഫ്രണ്ട്സുമാണ്. എന്താ പറയുക ഈ ഒരു ആ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ആ മഞ്ഞപ്പൂവും ഒക്കെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഫുള്ള് അവരാട്ടോ. ഞാൻ പറഞ്ഞിട്ട് പോലില്ല ഇങ്ങനത്തെ സാധനങ്ങൾ വേണമെന്ന്. അവരെന്നെ ഹൽദി ഉണ്ടാകുമ്പോൾ അതിനുള്ളതൊക്കെ എല്ലാ മുഖത്തേക്കുള്ള സംഭവങ്ങളും സ്വീറ്റ്സും ഒക്കെ അവർ സെറ്റാക്കി തന്നതാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ഫാമിലി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കാരണം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളെ മുന്നിലേക്ക് എത്തിക്കാൻ നമ്മുടെ അച്ഛനായാലും ഏട്ടന്മാരായാലും അമ്മയായാലും റെഡിയാണ് കേട്ടോ. ഈ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ഡ്രസ്സിന് ഇത്ര പൊട്ടി, ബ്രൈഡിൻ്റെ ഡ്രസ്സിന് ഇത്ര പൊട്ടി, ഓർണമെൻറ്റ്സിന് ഇത്ര പൊട്ടി, മേക്കപ്പിന് ഇത്ര പൊട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനെ കൊണ്ടോ എൻ്റെ ഏട്ടന്മാരെ കൊണ്ടോ എനിക്ക് വേണ്ടി ഇത്രയും വലിയ എമൗണ്ടൊന്നും ചിലവാക്കിയിട്ടില്ല. ഇവൻ ഡ്രസ്സാവട്ടെ, ഓർണമെൻറ്റ്സ് ആവട്ടെ, മേക്കപ്പ് ആവട്ടെ ഒക്കെ ഞാൻ കുറച്ച് മാസങ്ങൾ മുന്നേ തന്നെ നമ്മൾ ഉറുമ്പ് കൂട് ഒഴിക്കില്ലേ, അതുപോലെ മെല്ലെ ഓരോരോ സാധനങ്ങൾ, മേക്കപ്പിനുള്ള ഓരോരോ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. 100 രൂപ 200 രൂപ അങ്ങനെ. എനിക്ക് വെഡ്ഡിങ് പർച്ചേസിനായിട്ട് ഞാൻ എൻ്റെ അച്ഛനെ ചിലപ്പോൾ 100 200 ഒക്കെ ആണ് മെല്ലെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടി പർച്ചേസിങ് സാധനങ്ങൾക്ക് വലിയൊരു ബില്ല് ഞാൻ അവരെ തലയിൽ വെച്ചിട്ടില്ലേ. ആ ഒരു കാര്യം നോക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. മാത്രമല്ല ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ ഒരു ഹീറോ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കല്യാണത്തിന് കേട്ടോ. കാരണം എൻ്റെ കല്യാണത്തോട് ബന്ധിച്ച് എൻ്റെ അച്ഛന് ഒരൊറ്റ കടം പോലില്ലായിരുന്നു. അത് എൻ്റെ അച്ഛൻ്റെ ഹീറോ വെച്ചാൽ എൻ്റെ ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിലരുണ്ട് ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കേണ്ടി നാട്ടുകാരുടെ മൊത്തം കടം മേടിച്ചിട്ട് മോൾക്ക് 100 200 300 ഭാഗം കൊടുത്തിട്ട് സെറ്റാക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അച്ഛൻ അങ്ങനത്തെ ഒരു ഗണത്തിലല്ല എന്നുള്ളത് കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. ഗോൾഡിൻ്റെ പർച്ചേസിങ്ങിലായാലും വെറുതെ പണിക്കൂലി കളയുന്ന സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈവൻ നമ്മുടെ അരപ്പട്ട, പിന്നെ മാട്ടി, അതൊന്നും നമ്മൾ പിന്നെ യൂസ് ചെയ്ത സംഭവങ്ങളാണ്. അത് ഗോൾഡിൽ ഉണ്ടാക്കിച്ചിട്ട് അതിൻ്റെ പണിക്കൂലി കളയാൻ മാത്രം അത്രയ്ക്കും ബുദ്ധി ഇല്ലാത്ത ഒരാളല്ലട്ടോ ഞാൻ. അതൊക്കെ ഞാൻ ഫാൻസിയാണ്. ഞാൻ ഒച്ച തന്നെ പറയണേ, ഞാൻ അരയിലുള്ള ഫാൻസി ആയിരുന്നു, മാട്ടി ഫാൻസി ആയിരുന്നു, ചൂട്ടിക്ക ഫാൻസി ആണോ. ഞാൻ അതൊക്കെ ഫാൻസി ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഫാൻസി ആയിട്ട് ചിലർക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, ചിലർക്ക് കിട്ടാം. പിന്നെ തലയിൽ ആൾതാമസമില്ലാത്തത് നമ്മുടെ കുറ്റമല്ലാത്തതുകൊണ്ട് എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെഡ്ഡിങ് സ്റ്റോറീസ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, ശേഷം മുന്നോട്ട് ഒരുപാട് പറയാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെഡ്ഡിങ് ആൽബംസ് ആൻഡ് വെഡ്ഡിങ് ഫോട്ടോസ് ആൻഡ് എന്താ പറയുക. അപ്പോൾ ഈ ഒരു അരളിപ്പൂവ്, നമ്മുടെ പൂവ് മുല്ലപ്പൂ കിട്ടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ അരളി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു രാവിലത്തെ ഫോട്ടോഷൂട്ട് സെറ്റാക്കി കേട്ടോ. ഈ ദക്ഷിണ കൊടുപ്പും ഇതൊക്കെ ഭയങ്കര, നമ്മൾ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് ഓരോ മൊമെൻറ്റ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. ദക്ഷിണ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ സംസാരങ്ങളും നമ്മുടെ ഫീലിങ്സും ഒക്കെ നമ്മൾ ഈ ആൽബത്തിൻ്റെ ഒരു ഇത് മനസ്സിലാവണമെങ്കിൽ അത് ആൽബം കിട്ടന്നെ വേണം. കാരണം കിട്ടിയപ്പോൾ മനസ്സിലുണ്ട്. കാരണം ഈ ഒരു ഫോട്ടോസ് കാണുമ്പോൾ നമ്മുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പോഴാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ചിരിച്ചതും സംസാരിച്ചതും ഒക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടോളൂ, ഇനിയൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇറ്റ്സ് മീ സാനി.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വെഡിങ് ആൽബം കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ കാരണം നമ്മുടെ കയ്യിൽ ഫോണിലും പെൻഡ്രൈവിലൊക്കെ ഫോട്ടോ ഉണ്ടാക്കാനായിട്ട് നല്ലത് ഇങ്ങനത്തെ ഒരു ആൽബം ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാനും നമുക്ക് എത്ര കാലം വരെ സൂക്ഷിക്കാനും പറ്റിയ സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൽബം വേണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കാരണം കേട്ടോ ഈ 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൽബം ഉണ്ടാക്കിയത്. ഇതുവരെ നാളെ നമ്മുടെ ഓൾഡ് ഫോട്ടോഗ്രാഫർ റെഡി ആയിത്തരുള്ള പ്രതീക്ഷയിലായിരുന്നു. ലാസ്റ്റ് മനസ്സിലായി ഇത് ഇന്നും നാളൊന്നും കിട്ടാൻ പോകുന്നില്ല. മക്കളവിടെ കളിക്കലാണ് ആണ് സൗണ്ട്. ഇന്നും നാളൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ ലാസ്റ്റ് വേറൊരാളെ ഏൽപ്പിച്ചതാണ്. എന്തായാലും താങ്ക് യു CH ഹോബി വെഡിങ്. എന്തായാലും താങ്ക് യു ചോബി വെഡിങ്സ്. താങ്ക് യു സോ മച്ച്. നോട്ട് ഓൺലി അവർക്ക് മാത്രമല്ല, എൻ്റെ അനിയനാണ് ഇതിന് മുൻകൈ എടുത്തത്. ഞാൻ മുൻകൈ എടുത്തു, പക്ഷെ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് വേണ്ട എൻ്റെ അനിയനും എൻ്റെ അമ്മ ഉണ്ടാകും. അങ്ങനെ വിവേകിൻ്റെ പെർമിഷനല്ല വിവേകൊന്നും അറിയാതെ വിവേകിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ വിവേകിനൊന്നും പറയാതെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടും ഭയങ്കര സീക്രട്ട് ആയിട്ടുണ്ടാക്കിയൊരു ആൽബമാണ്. അപ്പോൾ ഇറ്റ്സ് മീ സാനി. ബൈ.